നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോസ്റ്റലുകളിലൊക്കെ നിന്ന് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അറിയാം, പലപ്പോഴും പല ഹോസ്റ്റലുകളിലും പലതരത്തിലുള്ള അമാനുഷിക ശക്തിയുണ്ട്, അവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ഹോസ്റ്റലുകളിലും ഇത്തരത്തിൽ ചുറ്റിപ്പറ്റി ഓരോ കഥകളും അവിടെ പഠിച്ച് വളർന്നിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചും അവർക്ക് അറിയാം. എന്നാൽ അതൊക്കെ ചുമ്മാ ഓരോ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഓരോരുത്തരും പറഞ്ഞു പരത്തുന്ന പലതരത്തിലുള്ള കഥകളായിരിക്കാം. ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അമരാവതിയിലുള്ള ഒരു ആദിവാസി സ്കൂളിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ പ്രേതമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുട്ടികളല്ല ഭയന്ന് കൂട്ടത്തോടെ വീടുകളിലേക്ക് പോയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെയുള്ള പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഇടനാഴികളിൽ രാത്രിയിൽ കൊലുസിന്റെ ഒച്ചയും പൊട്ടിച്ചിരികളും കേൾക്കുന്നു എന്നുള്ള ഭയമാണ് കുട്ടികളെ ഇത്തരത്തിൽ വീടുകളിലേക്ക് തിരിച്ച് പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പരാതി ഇപ്പോൾ പ്രദേശത്തുണ്ടാക്കിയ ഭീതി ചില്ലറയൊന്നുമല്ല. അതോടെ സമീപ ഹോസ്റ്റലിലെ ആൺകുട്ടികൾ ഉൾപ്പെടെ 608 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പേടിച്ച് ഹോസ്റ്റൽ വിട്ട് ഓടിയിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഭയം കാരണം മടങ്ങിയിരിക്കുന്നത്. ഹോസ്റ്റൽ മുറികൾക്കുള്ളിൽ അസ്വാഭാവികമായ ശബ്ദങ്ങളും സ്ത്രീകളുടെ പൊട്ടിച്ചിരികളും കരച്ചിലും ചില പെൺകുട്ടികൾ കേട്ടതായി പരാതിപ്പെട്ടതോടെയാണ് ഈ സംഭവങ്ങളിലെല്ലാം തുടക്കം. അതായത് തുടക്കത്തിൽ കുറച്ച് കുട്ടികളാണ് ഇത്തരത്തിലുള്ള ചില അസ്വാഭാവിക ശബ്ദങ്ങളും സ്ത്രീകളുടെ കരച്ചിലൊക്കെ കേട്ടു തുടങ്ങിയത്. പിന്നീട് കൊലുസിന്റെ കിലുക്കം കേട്ടതായും ചിലർ അവകാശപ്പെട്ടു. ഈ വാർത്ത സ്കൂളിലാകെ പടർന്നതോടെ കുട്ടികൾക്കിടയിൽ ഭയം ഇരട്ടിക്കുകയായിരുന്നു. മാതാപിതാക്കൾ നൽകുന്ന വിവരം അനുസരിച്ച് 345 പെൺകുട്ടികളും 263 ആൺകുട്ടികളും ഉൾപ്പെടെ ആകെ 608 വിദ്യാർത്ഥികളാണ് ബോർഡിംഗ് സ്കൂൾ വിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയത്. സംഭവത്തെ തുടർന്ന് പെൺകുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ച് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധന നടത്തിയതായി സ്കൂൾ പ്രിൻസിപ്പളും വ്യക്തമാക്കി. ചില പെൺകുട്ടികൾ കൊലുസിന്റെ ശബ്ദവും ചിരിയും കരച്ചിലും കേൾക്കുന്നതായി പരാതിപ്പെട്ടു. തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിച്ച് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധിച്ചു. ഗുരുതരമായ മാസ് സൈക്കോജെനിക് ഇൽനെസ് അല്ലെങ്കിൽ മാസ് ഹിസ്റ്റീരിയ ആണ് ഈ കൂട്ടപ്രേത പേടിക്ക് പിന്നിലെന്നാണ് മാനസിക വിദഗ്ധരുടെ കണ്ടെത്തൽ. പരീക്ഷാ പേടി, കടുത്ത മാനസിക സമ്മർദ്ദം, ഹോം സിക്നസ്, അതായത് തുടർച്ചയായി ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴുള്ള ഒരു വിഷമം എന്നിവ കാരണം ഒരു വിഭാഗത്തിലുണ്ടാകുന്ന ഉത്കണ്ഠയും ഭയവും അത് പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരിലേക്ക് പടരുന്ന അവസ്ഥയാണിത്. ഭയം മാറ്റാൻ പ്രത്യേക കൗൺസിലിംഗ് സെക്ഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭയം അകറ്റാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കൗൺസിലിംഗും നൽകുന്നുണ്ടെന്നാണ് വിവരം. സംഭവത്തെ പ്രേതബാധയുമായോ അമാനുഷിക ശക്തികളുമായോ ബന്ധിപ്പിക്കരുതെന്നും അധികൃതർ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇത് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ്, മറ്റൊന്നും ഇതിന് പിന്നിലില്ല. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത്. കുട്ടികളും രക്ഷിതാക്കളും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് ഡോക്ടർമാരടക്കം ഇതിന് പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭയം കുറയ്ക്കുന്നതിന് പഠനം തടസ്സപ്പെടാതിരിക്കുന്നതിനുമായിട്ടും ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ്. കുട്ടികളുടെ ഭയം അകറ്റി അവരുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ശാസ്ത്രീയ ബോധവൽക്കരണവും കൗൺസിലിംഗും നൽകാനായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും അതിനൊക്കെ ശേഷം കുട്ടികൾ തിരികെ ഹോസ്റ്റലിലേക്ക് വരികയും ഭയം കൂടാതെ അവിടെ പഠിത്തങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.